എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നാടൻ രീതിയിലുള്ള വറുത്തരച്ച മീൻകറി എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കണേന്ന് നോക്കിയാലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 650 ഗ്രാം അളവിൽ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള വെയിറ്റാണ് 650 ഗ്രാം എന്ന് പറയുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ട് പാൻ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാളികേരം ചെറുകിയത് ചേർത്ത് കൊടുക്കണം. നാളികേരം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 250 ml അളവുള്ള ഒരു കപ്പിലാണ് ഞാൻ നാളികേരം ചെറുകിയത് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരുപാട് അളവിൽ നാളികേരം ചെറുകിയതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏത് വെറൈറ്റി മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ദശ കട്ടിയുള്ള മീനാകുമ്പോൾ കൂടുതൽ നന്നായിട്ട് തന്നെ വരും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള നാടൻ റെസിപ്പീസ് ഒക്കെ ആകുമ്പോൾ കറിവേപ്പില, വെളിച്ചെണ്ണ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇന്നെയായിരിക്കും നന്നായിട്ട് വരിക. ഇനി ഇതിലേക്ക് 2 ചെറിയുള്ളി നമുക്ക് ഇതുപോലെ ഒന്ന് കനം കുറച്ചിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ചെറിയുള്ളിയും നല്ലൊരു ഫ്ലേവർ തന്നെ ഇതിന് കൊടുക്കും. അപ്പോൾ ചെറിയുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയുള്ളി തന്നെ ഉപയോഗിക്കുക കേട്ടോ. സവാള, ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളകാണ് ഉപയോഗിക്കുന്നത്. 20 ഉണക്കമുളകാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു മീൻകറി തന്നെയായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മുഴുവനോട് കൂടിയ ഉലുവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1/4 ടീസ്പൂൺ വേണ്ട, അതിനേക്കാളും കുറച്ച് കുറവ്, ഒരു 2 നുള്ള ഉലുവയൊക്കെ മതിയാവും കേട്ടോ. ഉലുവയുടെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ മീൻകറിക്ക് കൈപ്പിരസം വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന ഒരു രീതിയിലായിരിക്കണം ഇത് വറുത്തെടുക്കേണ്ടത്. അപ്പോഴായിരിക്കും കറി കൂടുതൽ നന്നായിട്ട് വരിക. കളർ ആണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് അപ്പോഴായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വറുത്തെടുക്കരുത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളർ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറി വരണം. അതോടൊപ്പം ഈ നാളികേരം നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം. ആ ഒരു രീതിയിൽ വറുത്തെടുക്കുക. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആകുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്നിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, അപ്പം നന്നായിട്ട് വരില്ല. അപ്പോൾ ഇത് തണുക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് വേണ്ട കുടംപുളി ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ കുടംപുളി വേണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കോൽപ്പുളി ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ 3 കഷ്ണം കുടംപുളിയാണ് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു 10-15ഓളം ചെറിയുള്ളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു എരിവുള്ള നാടൻ പച്ചമുളക്, ഒരു 6-7 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുക. അതുപോലെ തക്കാളി മുറിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ് ആദ്യം ഒന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അരഞ്ഞ് കിട്ടില്ല. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, മൺചട്ടി. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വരെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് അളവിൽ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 10-15 അത്രയും തന്നെ മതിയാവും കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നു വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയ എല്ലിയാണെന്നുണ്ടെങ്കിൽ ഒരു 6 എല്ലിയൊക്കെ മതിയാവും. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുളകിന് നല്ല എരിവുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ 1 ചേർത്തത്. പിന്നെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അധികം എരിവില്ലാത്ത മുളകൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3-4 ഒക്കെ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറൊക്കെ കൂടുതലായിട്ട് കിട്ടുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ കറക്റ്റായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഇത് കണ്ടില്ലേ, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കണം. എത്ര ഗ്രേവി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് ഇരുന്നാലും ടേസ്റ്റി ആയിട്ട് വരില്ല. അത്യാവശ്യം ഒരു തിക്നെസ് വേണം. പിന്നെ ഓവറായിട്ട് തിക്കായാലും ഇത് തണുത്ത് കഴിയുമ്പോൾ വീണ്ടും തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് കുറച്ചധികം വെള്ളം ഒഴിക്കുക കേട്ടോ. പിന്നെ പുളിവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അല്ലെങ്കിൽ കോൽപ്പുളി അല്ലെങ്കിൽ വാളംപുളി ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്താൽ മതി. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാന്ന് തോന്നണമെങ്കിൽ കുറച്ചും കൂടി
ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിനനുസരിച്ച്, അതായത് ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് ഒന്ന് ചെറുതായിട്ട് കുറുകി വന്നതിന് ശേഷം മീൻ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴായിരിക്കും നന്നായിട്ട് വരാം. ഞാനിപ്പോൾ ഒരുപാട് ലൂസാക്കി എടുത്തിട്ടില്ല. കണ്ടില്ലേ, കറക്റ്റായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ മീൻ നന്നായിട്ട് കുക്കായിട്ട് ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരണം. അപ്പോഴായിരിക്കും ഈ മീനിൻ്റെ ഫ്ലേവേഴ്സൊക്കെ കറിയിലേക്ക് വരിക. അതുപോലെ മീൻ കഷ്ണങ്ങളിൽ എരിവ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ച് വരിക. പിന്നെ മീനൊന്നും കുക്കായിട്ട് വരാൻ ഒരുപാട് സമയം എടുക്കില്ല. പക്ഷെ വെന്തതിന് ശേഷം കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാലായിരിക്കും കറക്റ്റായിട്ട് മീൻ കഷ്ണങ്ങൾ നന്നായിട്ട് എല്ലാം പിടിച്ച് വരിക. ഇപ്പോൾ മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഉടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് തന്നെ റെഡിയാവും. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി തന്നെയാണ്. ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി അതൊന്നല്ല, അതിന് പകരം മുഴുവനോട് കൂടി മുളക് മല്ലിയൊക്കെയാണല്ലോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം സമയം ഞാനിത് കുക്ക് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ കറക്റ്റായിട്ട് കുക്കായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കണം വരേണ്ടത്. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി തോന്നുകയാണെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരും കേട്ടോ. ഒരുപാട് ലൂസായിട്ട് നന്നായിട്ട് വരില്ല. ഇതിപ്പോൾ അത്യാവശ്യം ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ തണുത്ത് വരുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ട് തന്നെ മാറും. മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഇപ്പോൾ നമ്മുടെ മീൻകറി കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരും. അപ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിട്ട് തന്നെ മാറും ആ ഒരു സ്റ്റേജിലെത്തുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉള്ളി കാച്ചി ഒഴിക്കണം. അത്രേ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ട് വരും. അപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൺചട്ടി ആയതുകൊണ്ട് തിളച്ചുകൊണ്ടിരിക്കുമല്ലോ കുറച്ച് സമയം കൂടെ. ഇനി നമുക്ക് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട് കേട്ടോ കുക്കിങ്ങിൻ്റെ ഇടയിൽ. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 5-6 ചെറിയുള്ളി മുറിച്ചതും അതുപോലെ കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ട് വരുന്ന രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ മീൻ കറിയിൽ ടേസ്റ്റ് നോക്കുക. അതിൽ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം, ഉള്ളി ഫ്രൈ ആയിട്ട് വന്നതിന് ശേഷം. അപ്പോൾ ഇതിലിപ്പോൾ ആവശ്യത്തിന് എരിവുണ്ട്. ഞാനിനിയിപ്പോൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയ നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച മീൻ കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴായിരിക്കും കൂടുതൽ നന്നായിട്ട് വരിക. പക്ഷേ ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കുക്ക് ചെയ്തെടുത്ത കാരണം നന്നായിട്ട് തന്നെ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ വാളംപുളി അല്ലെങ്കിൽ കോൽപ്പുളി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ തയ്യാറാക്കാവുന്നത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് പേഴ്സണലി കുടംപുളിയാണ് ഇഷ്ടം, അത് കാരണമാണ് ഇങ്ങനെ തയ്യാറാക്കിയത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അമ്മ അടിപൊളി റെസിപ്പി നമുക്ക് വേണ്ടി